everyone, welcome back to Xylem Learning. It's me, Muhammad Shafiq BK, your chemistry teacher. മക്കളെ ഇന്ന് വളരെയധികം ആവേശത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ ഓണം എക്സാമിന് അത്രക്കും മാർക്കിന് ചോദിക്കുന്ന സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു പകുതി പോർഷൻ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എന്തുകൊണ്ടാണ് സാർ ഇത്ര ആവേശത്തോട് കൂടി ഇത് പറയുന്നത് അറിയോ? സെക്കൻഡ് ചാപ്റ്ററിൽ 5 ഇമ്പോർട്ടന്റ് ഓർഗാനിക് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കിഡിനൽ ലൈവ് ഈ മക്കൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് സാർ വിശ്വസിക്കുന്നു. കാരണം ആ ലൈവിന്റെ അടിയിൽ നിങ്ങൾ തന്നെ അഭിപ്രായപ്പെട്ട സാർ ഇതിന്റെ ബാക്കി ഭാഗം വേണം, സാർ കൃത്യമായിട്ട് ഇതിന്റെ ബാക്കി ഭാഗം വേണം എന്നുള്ള പല കുട്ടികളും അഭിപ്രായപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആ ലൈവ് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതാ ഈ ഒരു ലൈവിന്റെ ലിങ്ക് സാർ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുപോലെ തന്നെ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. മക്കളെ പെട്ടെന്ന് തന്നെ പോയിട്ട് മക്കൾ എന്ത് ചെയ്യുന്നു, ആ ലൈവ് കാണണം. കാരണം അതിലാണ് 5 ഓർഗാനിക് റിയാക്ഷൻസ് വളരെ സൂപ്പർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. സോ നമുക്ക് പോകാം. ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ് കെമിക്കൽ റിയാക്ഷൻസ്. കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടാമത്തെ ഭാഗമാണ് ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ പകുതി കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. 4 തരം കോമ്പൗണ്ട്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് കാർബോക്സിലിക് ആസിഡിനെ പറ്റി പഠിക്കാനുണ്ട്, മറ്റൊന്ന് പറഞ്ഞാൽ എസ്റ്ററിനെ പറ്റി പഠിക്കാനുണ്ട്, മറ്റൊന്ന് ആൽക്കഹോളുകളെ പറ്റി പഠിക്കാനുണ്ട്, ഏറ്റവും അവസാനം നമുക്ക് മെഡിസിൻസിനെ പറ്റി പഠിക്കാനുണ്ട്. സോ ഈ ഒരു വീഡിയോയിൽ സാർ പ്രധാനമായിട്ടും ആൽക്കഹോൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കൃത്യമായി അഭിപ്രായപ്പെടണം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടോ, എല്ലാം നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും സാർ അടുത്ത വീഡിയോ ഇടണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നോക്കാം നമുക്ക് മക്കളെ, നോക്കടാ. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന ആൽക്കഹോളിന്റെ പേരാണ് മെത്തനോൾ. എന്താണ് ആൽക്കഹോളിന്റെ പേര് പഠിക്കേണ്ടത്? മെത്തനോൾ. എന്താണ് മെത്തനോൾ എന്ന് വെച്ചാൽ മക്കളെ ഒരു കാർബൺ ഉള്ള ആൽക്കഹോളാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ കുട്ടികൾ അതിൽ പഠിക്കേണ്ടതെന്ന് അറിയോ? മെത്തനോൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഫോർമുല പഠിച്ചു വെക്കുക. CH3OH ആണ് അല്ലേ? നിങ്ങൾക്കറിയാം ഒരു കാർബൺ ഉള്ള ആൽക്കഹോൾ ആണ്. മെത്തനോളിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അത് പഠിച്ചു വെച്ചോ. വുഡ് സ്പിരിറ്റ് എന്നാണ് വിളിക്കുക. വുഡ് സ്പിരിറ്റ് എന്ന് മെത്തനോളിനെ വിളിക്കാറുണ്ട്. മെത്തനോൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കാറ്? മെത്തനോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് വാർണിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെത്തനോൾ ഉപയോഗിക്കാറുണ്ട്. പെയിന്റിന്റെ നിർമ്മാണ വേളയിൽ മെത്തനോൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോർമാലിന്റെ നിർമ്മാണ വേളയിൽ മെത്തനോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഒരു ഡൗട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയും, വാർണിഷും പെയിന്റും ഒക്കെ സാധാരണ നമ്മൾ മരം കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ എന്താ സാർ ഈ ഫോർമാലിൻ? യെസ്, നിങ്ങൾക്ക് അത് ഡൗട്ട് ഉള്ള പോലെ തന്നെ ഇത് എക്സാമിനും ഒരു ചോദ്യമായി വന്നേക്കാം. അപ്പൊ മക്കളെ സൂക്ഷിച്ചു വെച്ചോ, ഓർത്തു വെച്ചോ. ഫോർമാലിൻ എന്ന് പറഞ്ഞാൽ 40% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ്. പഠിച്ചു വെക്കുക. 40% ഫോർമാൽഡിഹൈഡിന്റെ ലായനിയെയാണ് നമ്മൾ ഫോർമാലിൻ എന്ന് വിളിക്കുന്നത്. എന്താ ഫോർമാലിന്റെ മെയിൻ ഉപയോഗം? ഇതാ ഈ തവളക്കുട്ടനെ കണ്ടോ, ഇതൊക്കെ തന്നെയാണ്. അതായത് ഈ തവളക്കുട്ടൻ ജീവനോടുണ്ടോ? ഇല്ല. തവളക്കുട്ടൻ എന്താ പറയുന്നത്? താങ്ക്സ് ടു ഫോർമാലിൻ ഐ ആം സ്റ്റിൽ സേഫ് എന്നാ പറയുന്നത്. അതായത് അതിന്റെ ജീവൻ അതിൽ നിന്ന് പോയിട്ടും ആ തവളക്കുട്ടനെ അതേപോലെ തന്നെ നിലനിർത്താൻ ആർക്ക് കഴിയുന്നുണ്ട്? ഫോർമാലിന് കഴിയുന്നുണ്ട്. അതായതടാ ഒരു ജൈവ വസ്തു അല്ലെങ്കിൽ ഒരു ഓർഗാനിക് സബ്സ്റ്റൻസിനെ നമുക്ക് അഴുകാതെ, അത് ജീർണിച്ചു പോകാതെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഫോർമാലിൻ ഉപയോഗിക്കണം മക്കളെ. സോ ആ ഫോർമാലിനെ പറ്റി പഠിക്കുക. എന്താണ് ഫോർമാലിൻ? 40% ഫോർമാൽഡിഹൈഡിന്റെ ലായനിയെയാണ് നമ്മൾ ഫോർമാലിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരണം, ഇത് കാണാതെ പഠിക്കാൻ ആർക്കും പറ്റും. സാർ മെത്തനോളിന്റെ ഉപയോഗമായിട്ടാണല്ലോ ഫോർമാലിൻ പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഇതിൽ മെത്തനോളിന്റെ പേര് കാണില്ലല്ലോ. പക്ഷെ ഒരാളുടെ പേര് നിങ്ങൾ കണ്ടു, ഫോർമാൽഡിഹൈഡ് അഥവാ മെത്തനാൽ ആൽഡിഹൈഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ നമ്മളുടെ ഫോർമാൽഡിഹൈഡും ഫോമിക് ആസിഡ് ഒക്കെ ഉണ്ടാക്കുക എന്തിനാണ്? മെത്തനോളിൽ നിന്നാണ്. അപ്പൊ മെത്തനോൾ ഉപയോഗിച്ചിട്ടാണ് ഫോർമാൽഡിഹൈഡ് ഉണ്ടാക്കുന്നത്. ആ ഫോർമാൽഡിഹൈഡിനെ നേർപ്പിച്ചാണ് നമ്മൾ ഫോർമാലിൻ ഉണ്ടാക്കുന്നത്. സോ അത് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കണം. നിർബന്ധമൊന്നും ഞാൻ പറയുന്നില്ല, ഡൗട്ട് ക്ലിയർ ചെയ്തെന്ന് മാത്രം. സോ മെത്തനോളിന്റെ ഉപയോഗം പഠിച്ചു. ഇനി അതോടൊപ്പം എന്റെ മക്കൾ പഠിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? മെത്തനോളിനെ നമ്മൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുന്നത്, മെത്തനോളിനെ നമ്മൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. മക്കളെ കൃത്യമായി ഈ റിയാക്ഷൻ, ഞാൻ പറയുന്ന റിയാക്ഷൻ നിങ്ങൾ എഴുതി പഠിക്കുക തന്നെ വേണം. അത് വെച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്കുണ്ടായിരിക്കും. എന്തുകൊണ്ട് എത്ര ധൈര്യത്തിൽ ഞാനിത് പറയുന്നതെന്ന് അറിയോ? ഓക്കെ, ആ ചോദ്യം എന്താണെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് സാർ ഇത് ഇത്ര ഉറപ്പിച്ച് പറയുന്നത് എന്നുള്ളത്. നോക്കണേ, ആദ്യം റിയാക്ഷൻ നോക്കാം. മെത്തനോൾ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ആദ്യം കാർബൺ മോണോക്സൈഡ് വേണം. എന്ത് വേണം? കാർബൺ മോണോക്സൈഡ് വേണം. ആ കാർബൺ മോണോക്സൈഡ് ആരുമായിട്ട് പ്രവർത്തിക്കണം? ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിക്കണം. ആരുമായിട്ട് പ്രവർത്തിക്കണം? ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിക്കണം. ഓക്കെ, എന്നിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ എഴുതണം ഒരു കാറ്റലിസ്റ്റ്. അതായത് നമ്മൾ പറയാം മലയാളത്തിൽ ഉൽപ്രേരകം.
ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കണം ഇത് എന്ത് ചെയ്യേണ്ടത്, റിയാക്ട് ചെയ്യേണ്ടത്. എന്താ ഉൽപ്രേരകത്തിന്റെ പണി എന്ന് പറഞ്ഞാൽ അത് റിയാക്ഷനെ ഫാസ്റ്റ് ആക്കുക, അതായത് കാറ്റലിസ്റ്റ് ചെയ്യുക, റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുക. ആ സമയത്ത് ഇവിടെ ബാലൻസ് ചെയ്യണമെങ്കിൽ 2H2, ആ സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് CH3OH അഥവാ മെത്തനോൾ. എന്താ പേര്? മെത്തനോൾ. ഓക്കെ, അപ്പൊ മക്കളെ ഇനി ഒന്ന് പറഞ്ഞടാ. ഓക്കെ, ഒരു ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും പ്രവർത്തിച്ചാണ് മെത്തനോൾ വ്യാവസായികമായി ഇൻഡസ്ട്രിയലി ഉണ്ടാക്കുന്നത് എന്ന് മക്കൾ പഠിച്ചു വെക്കുക, മറക്കരുത് കേട്ടോ. ഈ കാർബൺ മോണോക്സൈഡ്, ഹലോ, ഈ കാർബൺ മോണോക്സൈഡ് ഇനിയും ഒരു റിയാക്ഷനിലും കൂടി വരും. അത് ആരുടെ നിർമ്മാണമാണെന്ന് അറിയോ? അത് ഈ പറയുന്ന ഇവിടെ ഉണ്ടായിട്ടുള്ള മെത്തനോൾ ഇല്ലേ, ഇതിപ്പോ തന്നെ സാർ പറഞ്ഞുതരാം, ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യും. ഈ ഉണ്ടായിട്ടുള്ള മെത്തനോൾ ഇവിടുന്ന് തന്നെ പഠിക്കുമ്പോൾ അത് എളുപ്പമാണ്. വീണ്ടും കാർബൺ മോണോക്സൈഡ് ആയിട്ട് വേറെ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചോ മക്കള്, അപ്പൊ എന്താ ഉണ്ടാവുകയെന്നറിയോ? CH3COOH. എന്താ ഈ സാധനം? എത്തനോയിക് ആസിഡ്. അത് നമുക്ക് പഠിക്കാനുണ്ട്. എത്തനോയിക് ആസിഡിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ ഈ കാണുന്ന മെത്തനോള് വീണ്ടും കാർബൺ മോണോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്താലാണ് എത്തനോയിക് ആസിഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ രണ്ടെണ്ണം കണക്ട് ആയിട്ടുള്ള ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക്. ഒരു പക്ഷേ ഈ സാധനത്തിന് പകരം ഇവിടെ ഒരു എന്നോ ബിന്നോ എന്തോ തരികയാണ്, ഇവിടെയും തരികയാണ്, എ എന്ന് തരികയാണ്. ഇത് ആരാ നിങ്ങളോട് പറഞ്ഞിട്ടില്ല? ഒരു എ ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്തപ്പോൾ ബി ഉണ്ടായി എന്ന് നിങ്ങളോട് പറയാണ്. ഓക്കെ, ദെൻ ആ ബി ഇതൊന്നും ഇവിടെ തരൂല. ആ ബി വീണ്ടും എയുമായി പ്രവർത്തിച്ചിട്ട് ഒരു സി ഉണ്ടായി എന്ന് പറയാണ്. ABC കണ്ടെത്തുക. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ച ഒരു കുട്ടിക്ക് അത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. മക്കളെ, ലൈക്ക് ആയില്ലെങ്കിൽ ഇപ്പൊ ലൈക്ക് അടിച്ചോ, ഇപ്പൊ പോയിട്ട് ഇഷ്ടമായി എന്ന് കമന്റ് ചെയ്തോ. ഓക്കെ മക്കളെ, അങ്ങനെയാണെങ്കിൽ നോക്കിക്കേടാ, നിങ്ങൾ അടുത്തതായിട്ട് മെത്തനോളിന്റെ എല്ലാ വിവരങ്ങളും സാറ് പറഞ്ഞു. അടുത്ത കിഡിലൻ ടീമാ. ഓക്കെ, ചെറിയ ടീമല്ല, വലിയ ടീമാണ്. ആരാണ്? എത്തനോൾ. എത്തനോളിനെ പഠിക്കുമ്പോൾ സൂക്ഷിച്ചോ, ഇവൻ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കും. കാരണം എന്താണെന്നറിയോ? ഒരു എത്തനോളിന്റെ കീഴിൽ തന്നെ ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ ലൈവില് വളരെ കൃത്യമായി റിയാക്ഷൻസ് ഒക്കെ പറയുമ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ പറയുന്ന ഇമ്പോർട്ടൻ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. അത് ഞാൻ അന്ന് നിങ്ങൾക്ക് തരാഞ്ഞത്, നിങ്ങൾ 5 റിയാക്ഷൻസ് കൃത്യമായി പഠിക്കട്ടെ. ആ ലൈവ് കണ്ടിട്ടുള്ള അത്രയും കമന്റുകൾ, 300-ലധികം കമന്റുകൾ ഓൾറെഡി ഞാൻ വായിച്ചു കഴിഞ്ഞു, ഇനിയും വരുന്നുണ്ട്. ആ കമന്റുകളും ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ലൈവിന് വരുന്ന ലൈക്കൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ അങ്ങനെ ഉപകാരപ്പെട്ട കുട്ടികളെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഈ ഒരു ദ്രുതഗതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അതിന്റെ അഭിപ്രായം അറിയിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്തനോൾ പഠിക്കാം. ഈ എത്തനോളിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? മുന്തിരി അഥവാ ഗ്രേപ്പ് സ്പിരിറ്റ് എന്നാ വിളിക്കാം. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ കാണുന്ന ഗ്രേപ്പ് സ്പിരിറ്റ് എന്ന് വിളിക്കാൻ കാരണം, മുന്തിരിയിൽ നിന്ന് നമ്മൾ വീഞ്ഞുണ്ടാക്കൂലേ പണ്ട് കാലത്ത്, അത് എത്തനോളാണ്. മുന്തിരിയിൽ നിന്ന്, ബാർലിയിൽ നിന്ന്, ചോളത്തിൽ നിന്ന്, ഗോതമ്പിൽ നിന്ന്, അരിയിൽ നിന്ന് എത്തനോൾ ഇപ്പൊ ഒരു വില്ലനായി നിൽക്കുകയാണ്. കഥ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്താവട്ടെ, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ, അപ്പൊ എത്തനോളിന് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടന്റ് ഉണ്ടായെന്നറിയോ? എത്തനോൾ എവിടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? മെഡിസിൻസ്, മരുന്നുകൾ, ടോണിക്കുകളിൽ. നിങ്ങൾ കുടിക്കുന്ന ഏതൊരു ടോണിക് എടുത്താലും അതിൽ എത്തനോൾ ഉണ്ടായിരിക്കും. പെയിന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അത് മെത്തനോൾ എടുക്കുന്നുണ്ട്, എത്തനോൾ എടുക്കുന്നുണ്ട്. ബീവറേജസ്, അവിടെയാണ് മെയിൻ. ബീവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? കുടിക്കാൻ ഉപയോഗിക്കാറുണ്ട്. എത്തനോളിന്റെ പല ഫോമുകളുടെ കുടിക്കാൻ, ലഹരിയായി ഉപയോഗിക്കാറുണ്ട്, അതല്ലാത്ത രൂപത്തിലും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മക്കളെ, ബീവറേജ്, ഔഷധങ്ങൾ, പെയിന്റ് എന്നിവയിൽ ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നുമല്ല കഥ. നോക്കണേ, ഈ ഒരു സ്ലൈഡിൽ മൊത്തമായി ഞാൻ സെറ്റ് ചെയ്ത കാര്യം, നിങ്ങൾ വളരെ കളർഫുൾ ആയി സെറ്റ് ചെയ്ത കാര്യം, ഇതൊന്ന് പഠിച്ചെടുത്തേ. നമുക്ക് എത്തനോളിനെ കിട്ടിക്കഴിഞ്ഞാൽ, ഹലോ കേട്ടോട്ടോ, നന്നായിട്ട് കേട്ടോ, എത്തനോളിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ എത്തനോളിന് പല രൂപങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയാ സാറേ ഈ എത്തനോളിനെ നമുക്ക് കിട്ടുക, എത്തനോളിനെ നമുക്ക് എങ്ങനെയാണ് സാറേ കിട്ടുക എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും അതാണ് ഞാൻ ഇവിടെ പറയുന്നത്, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ. അതിന് വേണ്ടിയിട്ട് സാറ് പറയുന്ന കുറച്ച് ടേമുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൽ ഒന്നാമനാണ് മൊളാസസ്. ഇപ്പൊ തന്നെ പഠിച്ചോ, മൊളാസസ്. കേട്ടോ, എന്താ മലയാളത്തിൽ പറയാ? മൊളാസസ്. ഇങ്ങനെ എഴുതിയാൽ മതി. എന്ത് സിമ്പിളാ, മൊളാസസ് എന്ന് എഴുതാം. ഓക്കെ, എന്താണ് മൊളാസസ് എന്ന് പറഞ്ഞാല്? നോക്കിയേ, ഹൈ കോൺസെൻട്രേറ്റഡ് ഷുഗർ സൊല്യൂഷനെയാണ് നമ്മൾ മൊളാസസ് എന്ന് വിളിക്കുക. അതായത് ഗാഢത കൂടിയ, മക്കളെ, ഗാഢ പഞ്ചസാര ലായനിയെയാണ് നമ്മൾ മൊളാസസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ പഞ്ചസാര ലായനി എടുക്കുക. ആ മൊളാസസിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർക്കുക. എന്താ ചേർക്കേണ്ടത്? ഈസ്റ്റ് ചേർക്കുക. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടുക സാർ? ഈസ്റ്റിനെ നമുക്ക് എവിടെ കിട്ടുക മക്കളെ?
ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക, യെസ്, നമ്മളുടെ അടുക്കളയിലൊക്കെ ഉണ്ടാവുക ഈസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു ബാക്ടീരിയ ആണ്. നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ഈസ്റ്റിന്റെ ഉള്ളിൽ ഇതേപോലെ സാറ് ഈ റൂട്ട് മാപ്പിൽ വരച്ചിരുന്ന പോലെ തന്നെ പഠിച്ചോ. ആ ഈസ്റ്റിന്റെ ഉള്ളിൽ 2 തരം എൻസൈമുകൾ ഉണ്ടാകും. ഈസ്റ്റിന്റെ ഉള്ളിലുള്ള 2 തരം എൻസൈമുകളെ വിളിക്കുന്ന പേരാണ്, ഒന്നിനെ നമ്മൾ വിളിക്കുക ഇൻവെർട്ടേസ്. പഠിക്ക്, ഇൻവെർട്ടേസ്. മക്കൾക്ക് അറിയാം ഇൻവെർട്ടേസ്, എസ്പെഷ്യലി അസ്ട്രോവേച്ചർക്കൊക്കെ ഇത് നന്നായിട്ട് അറിയാം. ഓക്കെ, മറ്റൊന്നാണ് മക്കളെ സൈമേഴ്സ്. എന്താ? ഇൻവെർട്ടേസും സൈമേഴ്സും. ഈസ്റ്റിന്റെ 2 മക്കളാണ് ഇൻവെർട്ടേസും സൈമേഴ്സും. എല്ലാം നല്ല ചേർച്ചുള്ള പേരില്ലേ. ഈസ്റ്റിന്റെ മൂത്ത മോന് പേരിട്ട് ഇൻവെർട്ടേസ്, രണ്ടാമത്തെ മോന് സൈമേഴ്സ്. 2 എൻസൈമുകളാണ്. ഓക്കെ, ഈ ഈസ്റ്റ് പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? എത്തനോള് കിട്ടുക. എത്തനോള് കിട്ടുക. ഇത്ര ഉള്ള പരിപാടി, എത്തനോള് കിട്ടുക. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരും, എന്താണെന്നറിയോ? എത്തനോളിന്റെ നിർമ്മാണത്തിന് വിളിക്കുന്ന പേരെന്താ? മക്കളെ, ഈ എൻസൈമുകളൊക്കെ പ്രവർത്തിച്ച് നടക്കുന്ന പ്രവർത്തനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർമെന്റേഷൻ. എന്താ വിളിക്കുക മക്കളെ? ഫെർമെന്റേഷൻ. മക്കളെ അതിന് മറക്കണ്ട. എൻസൈമുകൾ, ബാക്ടീരിയകളൊക്കെ ഒരു രാസപ്രവർത്തനത്തിന് എന്താവുന്നുണ്ട്? ഒരു കാറ്റലിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അത് മുഖേന നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങളെ പൊതുവെ വിളിക്കുക ഫെർമെന്റേഷൻ എന്നാ. അപ്പൊ എത്തനോളിന്റെ നിർമ്മാണത്തിൽ ആരുണ്ട്? എൻസൈമുകൾ ഉണ്ട്. അപ്പൊ ഫെർമെന്റേഷൻ ആണ്. റെഡിയാണേ? സെറ്റാണേ മക്കളെ. ഇനി ഇതിന്റെ റിയാക്ഷനും കൂടി പഠിച്ചാ മക്കളെ ഫുൾ വൈബ്, ഫുൾ സെറ്റ്. നോക്കാം, നമുക്ക് റിയാക്ഷൻ നോക്കിയാലോ. എടാ, ആദ്യം മൊളാസസ് വേണ്ടേ? മൊളാസസ് എന്ന് പറയുമ്പോൾ പഞ്ചസാരന്റെ സൊല്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെ തന്നെ പഠിക്കും, വെറുതെ കാണാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. C12H22O11 ഇതാണ് പഞ്ചസാര. അതിന്റെ വെള്ളമാണ്, അതിന്റെ ലായനിയാണ്. അപ്പൊ വാട്ടർ വേണം, വെള്ളം വേണം. ഓക്കെ, റെഡിയാണോ? ഇതില് നമ്മളുടെ ഒന്നാമത്തെ എൻസൈം ആരാ? ഒന്നാമത്തെ എൻസൈം ആയിട്ടുള്ള നമ്മളുടെ ഒപ്പം പഠിച്ചോളൂ, ഇൻവെർട്ടേസ് പ്രവർത്തിക്കും. ഇൻവർമോന് പ്രവർത്തിക്കും. ഇൻവെർട്ടേസ് പ്രവർത്തിക്കും. ആ ഇൻവെർട്ടേസ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുക? ഇൻവെർട്ടേസ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ C6H12O6 അങ്ങനത്തെ 2 എണ്ണം എഴുതാ. C6H12O6 അങ്ങനത്തെ 2 എണ്ണം എഴുതാ. ഇത്ര പണിയുള്ളൂ. ഇതിൽ ഒന്നിന്റെ പേര് ഗ്ലൂക്കോസ്, ഒന്നിന്റെ പേരെന്താ? ഫ്രക്ടോസ്. ഓക്കെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയി മാറും. പഞ്ചസാരയെ നമ്മൾ കെമിസ്ട്രിക്കാർ വിളിക്കാറ് സുക്രോസ് എന്നാണ്. സുക്രോസിന് നമ്മൾ ഇൻവെർട്ടേഴ്സ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുക? ഗ്ലൂക്കോസും ഫ്രക്ടോസും. എന്തൊക്കെ ഉണ്ടാവും മക്കളെ? ഗ്ലൂക്കോസ്, ഗ്ലൂക്കുമോന്, ഗ്ലൂക്കോസ്. പിന്നെന്താ ഉണ്ടാവുന്നത്? ഫ്രക്ടോസ്. ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടായേ. കഴിഞ്ഞില്ല രാമ, ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട് ബാക്കി. ഏതാണ് ആ സ്റ്റെപ്പ് മക്കൾ? നോക്കേ, എന്താണെന്നറിയോ? ഈ ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും ഇല്ലേ, C6H12O6, അതിലേക്ക് രണ്ടാമത്തെ ഒരു മകനുണ്ട് അല്ലെ. എനിക്കിനി ഒരു മകൻ കൂടിയുണ്ട് ബാക്കി. ആരാണത്? സൈമേഴ്സ്. ഇൻവെർട്ടേഴ്സേ കഴിഞ്ഞുള്ളൂ, സൈമേഴ്സ് ഉണ്ട് ബാക്കി. അപ്പൊ രണ്ടാമത്തവൻ വരും, സൈമേഴ്സ് വരും. കലക്കൻ വരുത്ത് വന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നറിയോ? ഈ സൈമേഴ്സ് ഈ പറഞ്ഞിട്ടുള്ള ഗ്ലൂക്കോസിനെ എത്തനോളാക്കി മാറ്റും. എന്താക്കി മാറ്റും? എത്തനോൾ. അതായത് CH3CH2OH. നമ്മുടെ നടൻ വന്നു, എത്തനോൾ കിട്ടി, CH3CH2OH. അപ്പൊ മക്കളെ, എത്തനോളിന്റെ മോളിക്യുലാർ ഫോർമുല അതേപോലെ അതിന്റെ കെമിക്കൽ ഫോർമുലയൊക്കെ പഠിച്ചു വെച്ചോ. CH3CH2OH 2 കാർബണുള്ള ആൽക്കഹോളിനെയാണ് നമ്മൾ എത്തനോൾ എന്ന് വിളിക്കുക. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിന് എങ്ങനെയാ തരികയെന്നറിയോ? നിങ്ങളോട് പറയും C2H5OH. എന്റെ മക്കൾ ഞെട്ടരുത്, ഷെഫീഖിന്റെ ക്ലാസ് കണ്ട മക്കൾ ഞെട്ടരുത്. മക്കളെ, CH3CH2 2 കാർബൺ ഉണ്ടല്ലോ, CC, അതാണ് C2. H3യും H2വും 3 2 5 ആണല്ലോ, അതാണ് C2H5. ഒരു പേടിയും പഠിക്കണ്ട, അത് ഇതേ സെയിം സാധനത്തിന് തന്നെയാണ് അങ്ങനെ എഴുതിയത്. മക്കളെ, ഇവിടെ ഈ എത്തനോളിന്റെ ഒപ്പം ഉണ്ടാവുന്ന ഒരു ഗ്യാസ് ഉണ്ട്, അത് പഠിച്ചോണ്ടു. ഈ അവസാനം നമുക്ക് ആ കുപ്പി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന ആ ഗ്യാസ് ആരാ? അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. അപ്പൊ എത്തനോളിന്റെ നിർമ്മാണം പഠിച്ചു. നിർബന്ധമായും പഠിക്കണം മക്കളെ. ഒരണുവിന തൂക്കം വ്യത്യാസമില്ലാതെ ഞാൻ പറയാം, ഇതൊന്ന് ചോദ്യം വരും. ഓക്കെ, അപ്പൊ മക്കളെ എന്തൊക്കെയാണ്? മൊളാസസ് എടുക്കുക, ഈസ്റ്റ് ചേർക്കുക, ഫെർമെന്റേഷൻ നടത്തിയാൽ എത്തനോൾ കിട്ടും. ഈസ്റ്റിൽ എൻസൈമിന്റെ പേര് പഠിക്കുക, ഇൻവെർട്ടേഴ്സ്, സൈമേഴ്സ്. പിന്നെ ഇൻവെർട്ടേഴ്സ് ആദ്യം ആരാ പ്രവർത്തിക്കുക? നമ്മുടെ മൊളാസസിലേക്ക് C12H22O11 അതിലേക്ക് ഇൻവെർട്ടേഴ്സ് പ്രവർത്തിച്ചിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാക്കും. എന്നിട്ട് രണ്ടാമതായിട്ട് ആ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും നോക്കണേ, ആ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമേഴ്സ് പോയിട്ട് എന്താക്കും? സൈമേഴ്സ് പോയിട്ട് അതിനെ എത്തനോളാക്കി മാറ്റും. കിഡിലനായിട്ട് പഠിച്ചു വെച്ചോ, ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എത്തനോളിന്റെ കൂടെ ഉണ്ടാവുന്ന ഗ്യാസ് ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്. ഇത്രയും മതി മക്കളെ. ഇനി എത്തനോൾ നമുക്ക് കിട്ടി,
അപ്പൊ കിട്ടിയ എത്തനോൾ, ഇപ്പൊ ലാസ്റ്റ് കിട്ടിയ എത്തനോൾ ഉണ്ടല്ലോ, അത് അത്ര വീര്യമൊന്നും ഉണ്ടാവില്ല. 8 മുതൽ 10% വീര്യമുള്ള വളരെയധികം വീര്യം കുറഞ്ഞ എത്തനോളിന്റെ എത്തനോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാഷ്. പഠിക്ക്, വാഷ്. വാഷ് വാഷ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്, കുറച്ച് എത്തനോളും കുറേ വെള്ളം ഉണ്ടാവുക. അതാണ് 8 to 10%. ഓക്കെ, ഇനിയോ അത് പോരല്ലോ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കണ്ടേ. അങ്ങനെ വാഷിനെ നമ്മൾ അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചു വെച്ചോ. അംശിക സ്വേദനം അഥവാ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്പിരിറ്റ് ആണ് റെക്ടിഫൈഡ് സ്പിരിറ്റ്. അപ്പൊ എന്താ റെക്ടിഫൈഡ് സ്പിരിറ്റ്? അവിടെ കൂടി 95.6% വീര്യമുള്ള എത്തനോളാണ്. ആ സാധനത്തിന് ഒന്നുകൂടി ഉഷാറാക്കിയാൽ 100% വീര്യത്തിലേക്ക് എത്തിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്താ വിളിക്കുക? അബ്സല്യൂട്ട് ആൽക്കഹോൾ. മുഴുവനായിട്ട് ആൽക്കഹോളായി മാറി. മക്കളെ, ഈ റെക്ടിഫൈഡ് സ്പിരിറ്റിനെയാണ് സാർ പറയുന്ന ചോദ്യങ്ങൾ വരെ ഇതെന്ന് ഞാൻ പറഞ്ഞുതരും. റെക്ടിഫൈഡ് സ്പിരിറ്റിനെയാണ് നമ്മൾ പെയിന്റ് ഉണ്ടാക്കാനും മറ്റുമൊക്കെ കൊണ്ടുപോവുക. അപ്പൊ അതെടുത്തിട്ട് ആൾക്കാർ കുടിക്കാൻ, സംഭവം എത്തനോളല്ലേ, കുടിച്ചാലും ഓൾക്ക് കിക്ക് കിട്ടുമല്ലോ. അത് കുടിക്കാതിരിക്കാൻ വേണ്ടി മുതലാളി എന്ത് ചെയ്യും? കുറച്ച് വിഷാണ്ട് ചേർക്കും. ചേർക്കാൻ പറ്റുമോ? പിന്നല്ലാണ്ട് പെയിന്റ് ഉണ്ടാക്കാൻ കൊണ്ടുവച്ച സാധനം എടുത്ത് പെയിന്റ് അടിക്കാൻ പറ്റുമോ? മോശല്ലേ. ഓക്കെ, അതുകൊണ്ട് കുറച്ച് വിഷാണ്ട് ചേർക്കും. എന്തിലേക്ക്? റെക്ടിഫൈഡ് സ്പിരിറ്റിലേക്ക്. അപ്പൊ ഇതിന്റെ സ്വഭാവം ഒന്ന് മാറും, അതായത് മൊത്തത്തിൽ വിഷമായി മാറും, കുടിച്ചാൽ ആള് തട്ടിപ്പോവും. അങ്ങനെ റെക്ടിഫൈഡ് സ്പിരിറ്റിലേക്ക് വിഷം ചേർത്താൽ ലഭിക്കുന്ന സ്പിരിറ്റിന്റെ പേരാണ് ഡീനാച്ചുറഡ് സ്പിരിറ്റ്. പഠിക്ക്. ഡീനാച്ചുറഡ്, നാച്ചുർ മാറി, സ്പിരിറ്റ് നാച്ചുർ മാറി, കുടിക്കാൻ പറ്റുന്ന സ്പിരിറ്റ് കുടിക്കാൻ പറ്റാതായി, ഡീനാച്ചുറഡ് സ്പിരിറ്റ്. അതിന് എക്സാമ്പിൾ പറഞ്ഞുതരാം മക്കളെ. എത്തനോൾ എന്ന് പറയുന്നത് കുടിക്കാൻ ഉപയോഗിക്കാറുണ്ട്, നല്ലതൊന്നുമല്ല. പക്ഷെ മെത്തനോൾ ഇല്ലേ, ആദ്യം പഠിപ്പിച്ചവൻ ഒന്നാമൻ, അവൻ കുറച്ച് കുഴപ്പക്കാരനാണ്, വിഷമാണ്. മെത്തനോൾ വിഷമാണ്. നിങ്ങൾ മെത്തനോൾ അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കണ്ണടിച്ചു പോകും, കാതടിച്ചു പോകും, ചെവി അടിച്ചു പോകും, പിന്നെ ആളടിച്ചു പോകും. നോ കോംപ്രമൈസ്. പക്ഷെ നല്ല കിക്കാന്നൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടട്ടാ, പക്ഷെ ആളടിച്ചു ഉറപ്പാണ്. അപ്പോ ആ എത്തനോളിലേക്ക്, ഏത് എത്തനോള്? ഈ പറഞ്ഞ റെക്ടിഫൈഡ് സ്പിരിറ്റ് ആയിട്ടുള്ള എത്തനോളിലേക്ക് ചേർക്കുന്നത് മെത്തനോൾ ആണെങ്കിൽ, വിഷമായിട്ട് ചേർക്കുന്നത് മെത്തനോൾ ആണെങ്കിൽ, അങ്ങനെയുള്ള ഡീനാച്ചുറഡ് സ്പിരിറ്റിന്റെ പേരാണ് മക്കളെ മീഥൈലേറ്റഡ് സ്പിരിറ്റ്. അപ്പൊ ഡീനാച്ചുറഡ് സ്പിരിറ്റിന്റെ പേര് പഠിച്ചു വെക്കുക, അതിന്റെ ഒരു എക്സാമ്പിൾ പഠിച്ചു വെക്കാം, മീഥൈലേറ്റഡ് സ്പിരിറ്റ്. ഇത് എക്സാമിന് ട്വിസ്റ്റ് ആയിട്ട് ഇന്ന് വരെ ചോദിച്ചില്ല, പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്ന ചോദ്യം, ഞാൻ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഒരു ചോദ്യം ഇടും. എന്താണെന്നറിയോ? നിങ്ങളോട് ഞാൻ ചോദിക്കും, എത്തനോളും മെത്തനോളും ചേർത്താൽ എന്താണ് കിട്ടുക, ആ സ്പിരിറ്റിന്റെ പേരെന്താ ഞാൻ ചോദിക്കും. എത്തനോൾ പ്ലസ് മെത്തനോൾ എന്താ ചോദിക്കും. അപ്പൊ എല്ലാവരും ഇതെവിടെ പഠിച്ചേ, ഇത് സിലബസിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചാടി കളിക്കും. പക്ഷേ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പറയണം, എത്തനോൾ എന്ന് പറയുമ്പോൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എത്തനോളാണ്, മെത്തനോൾ എന്ന് പറഞ്ഞാൽ വിഷാണ്. അപ്പൊ എന്താ? ഡീനാച്ചുറഡ് സ്പിരിറ്റ്. അതേതാ? മീഥൈലേറ്റഡ് സ്പിരിറ്റ്. റെഡിയാണോ? ഓക്കെ, തീർന്നില്ല കഥ. ഞാൻ നേരത്തെ കൊണ്ട് പറഞ്ഞില്ലായിരുന്നോ എത്തനോൾ കുറച്ച് വില്ലനാണ് ഇപ്പൊ എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ഒരു വില്ലനാണ് എത്തനോൾ. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ എല്ലാരും കേട്ട ഒരു സാധനമാണ് E20 പെട്രോള് അല്ലെ. നമ്മളെ പെട്രോളിന്റെ വീര്യം കുറച്ചിട്ട് അതിൽ എത്തനോൾ ചേർക്കുക, വാർത്തയിലും മറ്റൊക്കെ ഉണ്ടാവും. ഇനി ഒന്നുമില്ല, അടുത്തുള്ള പമ്പിൽ പോയൊക്കെ അവിടെ മുമ്പ് തന്നെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടാവും. E20 ആണ്. എന്താ E20? 20% എത്തനോൾ. പറഞ്ഞു കൊടുക്കടാ നിങ്ങളെ വീട്ടുകാർക്ക്. E20 പറഞ്ഞ എത്തനോൾ. ആ എത്തനോൾ കിട്ടാൻ വലിയ ചെലവുണ്ടോ? ഇന്ത്യയിൽ ഉണ്ടാക്കുക, കുഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കരിമ്പിന്ന് ഉണ്ടാക്കുക അല്ലെ, അതേപോലെ തന്നെ അരിന്ന് ഉണ്ടാക്കുക. അപ്പൊ ഇന്ത്യയിൽ സുലഭമാണ് ആ സാധനം. അതുകൊണ്ട് എത്തനോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാക്കാം. പക്ഷെ പെട്രോൾ ആണ് ഇവിടെ കിട്ടാത്തത്. അതുകൊണ്ടാണ് കുറച്ച് പെട്രോൾ പുറത്ത് വാങ്ങിയിട്ട് അതിലേക്ക് കുറെ എത്തനോൾ ഉണ്ടോ വെച്ചിട്ട് വിൽക്കും. അപ്പൊ എത്തനോൾ ചേർത്താൽ നല്ലതാണ് പെട്രോളിലേക്ക്. തർക്കിക്കാൻ വരല്ലേ, എത്തനോൾ ചേർത്താൽ നല്ലതാണ്, പക്ഷെ കുറച്ചേ ചേർക്കാവൂ. കൂടുതൽ എത്തനോൾ ചേർത്താൽ അതിനനുസരിച്ചുള്ള എഞ്ചിനല്ല നമ്മളുടെ വാഹനത്തിനെങ്കിൽ വാഹനം കേടുവരും. എഞ്ചിൻ അതിനനുസരിച്ചുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. എനിവേ, അപ്പോ എത്തനോൾ ചേർത്താൽ മക്കളെ ഈ കാണുന്ന അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടല്ലോ, 100% എത്തനോൾ, അതിലേക്ക് നമ്മൾ എന്താ പറയാ, അബ്സല്യൂട്ട് ആൽക്കഹോളില് പെട്രോൾ മിക്സ് ആക്കിയാൽ, ഈ എത്തനോള് പെട്രോളിലേക്ക് മിക്സ് ആക്കിയാൽ അപ്പൊ കിട്ടുന്ന ആ ഒരു പെട്രോളിന്റെ പേര് പിന്നെ നമ്മൾ വിളിക്കുക പവർ ആൽക്കഹോൾ എന്നാ. പവർ ആൽക്കഹോൾ. എന്താ പവർ ആൽക്കഹോൾ? എത്തനോളിന് പവർ കിട്ടി. എങ്ങനെ? പെട്രോൾ ചേർത്തപ്പോ. അതെന്തിനാ ഉപയോഗിക്കുക? ഫ്യൂവലായിട്ട്, ഇന്ധനമായിട്ട്, വാഹനങ്ങളിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കും. ഇത്രയും പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഞാനിപ്പോ എത്ര പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നുണ്ടാവും. ഒരു 5 മാർക്ക് ഇതിന്റെ ഉള്ളിൽ നിന്നുണ്ടാവും. എന്താ? ഒന്നാമത് പഠിച്ചത് നോക്കിയേ, മെത്തനോൾ. മെത്തനോളിൽ പഠിക്കേണ്ടി അതിന്റെ യൂസുകൾ പഠിക്കുക. അതിനോടൊപ്പം അതിനെ വിളിക്കുന്ന വുഡ് സ്പിരിറ്റ് ആണ് പഠിക്കുക.
ഫോർമാലിൻ എന്താ 40% ഫോർമാൽഡിഹൈഡ് സൊല്യൂഷനാണ് പഠിക്കുക. പിന്നെ നമ്മളിതാ ഈ റിയാക്ഷൻ തമ്മിൽ ഈ രണ്ടാമത്തെ റിയാക്ഷൻ ഇപ്പൊ നമ്മൾ എടുത്തിട്ടില്ല, അത് കാർബോക്സിലിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ ആണ്. പക്ഷെ ഞാൻ അത് ഇവിടുന്നേ പറയാൻ കാരണം എന്താ, കണക്ഷൻ ഉണ്ട്. നിങ്ങളോട് ചോദ്യം വരും, അത് ഇമ്പോർട്ടന്റ് ആണ്. ഓർത്തു വെച്ചോ, നോക്കി വെച്ചോ. ഈ ചോദ്യ പേപ്പറിൽ വരുമ്പോ നിങ്ങൾ ഈ വീഡിയോ മര്യാദയ്ക്ക് കാണാത്തവനാണെങ്കിൽ ഉറപ്പായിട്ട് എന്റെ മുഖം ഓർമ്മ വരും. പക്ഷെ ഇതും കൂടി ഓർമ്മ വരണമെങ്കിൽ പഠിക്കണം. നിങ്ങൾ നോട്ടിൽ ഇപ്പൊ എഴുതാം. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. ദെൻ അതിന് ശേഷം എത്തനോൾ പറഞ്ഞു, എത്തനോളിന്റെ പ്രത്യേകതകൾ പറഞ്ഞു, ഈ ടൈപ്പ് ഓഫ് എത്തനോളുകളും പഠിച്ചു വെക്കാം. സോ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണോ? അതായത് കാർബോക്സിലിക് ആസിഡ്, അത് സിമ്പിളാ, അത് ഞാൻ വേഗം പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു സാധനമുണ്ട്, എസ്റ്റർ. എസ്റ്ററിൽ നിന്ന് നിങ്ങൾ വിചാരിക്കും ചെറിയ ക്വസ്റ്റ്യനേ വരുള്ളൂ. നെഹി അതിനെ തലങ്ങും വിലങ്ങും ഇട്ട് ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ അത് ഞാൻ ഒരു കാര്യം ഉറപ്പുവരാം, അസ്ത്ര ബാച്ചിൽ പഠിച്ചൊരു കുട്ടി, എന്റെ ക്ലാസ് കണ്ട കുട്ടിക്ക് ഉറപ്പായിട്ട് അതിന് എങ്ങനെ ചോദ്യം വന്നാലും ഓൾ എഴുതും. അതിൽ പ്രശ്നമില്ല. നോ കോംപ്രമൈസ്. അസ്ത്രക്കാരുണ്ടെങ്കിൽ ഒരു മിനിച്ചേക്ക് കമന്റ് ബോക്സിൽ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞാൻ ആവശ്യത്തിനേ തരുള്ളൂ. വേണമെങ്കിൽ മക്കളെ കമന്റ് ബോക്സ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ തരും. കമന്റ് ബോക്സ് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഷഫീഖ് തരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് തരും. പക്ഷെ നിങ്ങളത് പറയണം. സോ അടുത്ത വീഡിയോയിൽ എനിക്ക് എടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കമന്റ് ബോക്സിൽ തരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി അടിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൂട്ടുകാർക്ക് കേട്ടോ. സോ കാണാം അടുത്ത വീഡിയോയിൽ. സൈനിങ് ഓഫ്.